ഗൈസ് അപ്പോൾ നമ്മളിന്ന് ഫുൾ വൈബാണ് കേട്ടോ. അന്ന് മഴയത്തുള്ള ഒരു അടിപൊളി കാഴ്ചകളൊക്കെയാണ് കാണിക്കാൻ പോണത് അല്ലടാ. അയ്യോ പാട്ടുകാരി ഓടിപ്പോയി ഗൈസ് നമ്മളെ എന്താണ് യുവതലമുറയിൽ ഇനി വളർന്നു വരുന്ന ഒരു ഗായികയാണ് ഇട്ടത്. ഇവിടെ പാട്ടൊക്കെ നമുക്കിന്ന് കേൾക്കാട്ടാ. സെറ്റാണ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ മഴയൊന്നും കാര്യമാക്കാണ്ട് ഇത്ര ദിവസം മഴയാണ് പറഞ്ഞ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ഒതുങ്ങി കൂടിയിരിക്കുന്നു. ഇന്ന് അതൊന്നും നമ്മൾ കാര്യമാക്കാതെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പം മഴയൊന്നും പെയ്യണില്ല, പക്ഷെ നല്ല മഴക്കാർ ആകാശത്തുണ്ട്. അപ്പം നമ്മളൊന്നും നോക്കണില്ല, ഫുൾ എൻജോയ്മെൻ്റ് ആണ്. നമുക്ക് വീഡിയോസ് കാണാം കേട്ടോ. ഫുൾ ഫണ്ണാണ് ഗൈസ്. പുതിയ യൂട്യൂബറാണ്. അപ്പോൾ അവളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യം സപ്പോർട്ട് ചെയ്യുക കേട്ടോ, എന്നിട്ട് മതി അവളെ ചാനൽ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇവളതും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കേട്ടില്ല ഗൈസ്, പാവാണ്, വിവരമില്ലാത്ത കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ അവൾ പറഞ്ഞ പോലെ അനുസരിക്കാം. അപ്പോൾ ഗായ്സ് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കാനായിട്ടാണ് ഗായ്സ്. എന്നിട്ടാണ് ഈ മഴയത്ത് വിലസാൻ പോണത്. സ്കൂൾ തുറക്കുന്ന സമയത്ത് പനി പിടിച്ച് കിടക്കാം മക്കളെ. സ്കൂളിൽ പോകണ്ടല്ലോ എന്ന് എന്താ അവളുടെ മാഴ്ചിപ്പാറുകൾ. ദാസപ്പ വീരാനെ. ഗായ്സ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ മഴയൊന്നും പെയ്തില്ല, ഇതുവരെ പെയ്തിട്ടില്ല. ഇവിടെ എത്താനായിക്കുന്നുണ്ട്, ഞങ്ങൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ടുണ്ട്. നല്ല മഴക്കാറുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല, മഴ പെയ്യണില്ല. അല്ലെങ്കിൽ 24 മണിക്കൂർ മഴ പെയ്തുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ, പുറത്തിറങ്ങാൻ അയക്കാണ്ട്. മഴ ആഗ്രഹിച്ചപ്പോൾ മഴ പെയ്യണമില്ല. ഇവരൊക്കെ മഴ കാത്തു നിൽക്കണ കിടാങ്ങളാണ്. കണ്ണി കണ്ട മരങ്ങളിലൊക്കെ വലിഞ്ഞു കയറി ഫോട്ടോസ് എടുക്കലാണ് ഇവരെ പണിയിട്ട. മഞ്ഞുമൽ ബോയ്സിനെ അനുകരിക്കലാണ്. അതിൻ്റെ മേലെ നിന്ന് കെട്ടിമറിഞ്ഞ് വീഴാതിരുന്നാൽ മതി. ആ ചികിട് പിള്ളേരെ വരെ അതിൻ്റെ മേലെ കയറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പാടം തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല മൊഞ്ചുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അത് ഇവരൊക്കെ മഴ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ വന്നത്, മഴയത്ത് ഉല്ലസിക്കാൻ. പനി പിടിച്ച് കിടപ്പിലാവും ചെയ്യേ. പക്ഷെ ഞാനെന്തായാലും മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മഴ നനയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടുള്ളൂ. വെറുതെ ഞാൻ അവിടെ പോയി കിടക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അത് കാരണം എനിക്കുള്ള റെയിൻകോട്ടും സംഭവങ്ങളൊക്കെ ഞാൻ കരുതിയിട്ടാണ് വന്നേക്കണത്. ഇവർക്ക് ഒരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ഒപ്പം കൂടിയതാണ്. നമ്മൾ ചായയും പലഹാരങ്ങളൊക്കെ കരുതിയിട്ടാണ് വന്നേക്കണത്. ഇവിടെ ഇരുന്ന് കഴിക്കാം. കളിച്ച് തളരുമ്പോൾ പിള്ളേരൊക്കെ വന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചായ പിന്നെ കുറേ മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നേക്കണത് കേട്ടോ. അപ്പോൾ അത് പഴംപൊരി ഉണ്ട്, പിന്നെ മുട്ടയും ബ്രെഡും കൂടിയിട്ട് ഫ്രൈ ചെയ്തതുണ്ട്, പിന്നെ ഗ്ലാസും നല്ല അടിപൊളി ചായയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിക്കലൊരു വൈബല്ലേ. ബോൾ കളിക്കാനാന്നും പറഞ്ഞിട്ട് എല്ലാ ചറങ്ങും പുറുങ്ങുകളിനെയും വലിച്ചിട്ട് അത് ആ ചേറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുറച്ച് നേരം കുയ്യുത്തി മറിഞ്ഞിട്ട് കയറി വരാനുള്ള പ്ലാനാണ് ഇവരുടെ. സംഭവം നല്ല രസമുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഭാഗ്യമില്ല, ഞാൻ ഇവിടെ ഇരിക്കുക. ഒന്ന് കളിച്ച് തളർന്നപ്പോഴേക്കും എല്ലാറ്റും കൂടി കയറി വന്നിട്ട് ചായ പറഞ്ഞിട്ട് മരിക്കലും തുടങ്ങി. അപ്പോൾ അത് ചായ ഒഴിക്കലും കുടിക്കാനൊക്കെ ഉള്ള പ്ലാനിലാണ് ഇപ്പം. എല്ലാവരും കൂടിയിട്ട് ഒപ്പം ഒത്തുചേർന്നിട്ട് ഇതുപോലത്തെ വൈബുള്ള സ്ഥലത്ത് വന്നിട്ട് ചായ കുടിക്കാൻ പറയുമ്പോണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ. നല്ല രസമാണ്. അതും നമ്മളെ വൈബിനനുസരിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പൊളിക്കും ചെയ്യും. നല്ല രസമാണ്. ഇവരൊക്കെ നല്ല കളിയാണ് കേട്ടോ. എനിക്ക് കൊതിയാവുണ്ട് ഇറങ്ങാൻ. എന്താ ചെയ്യുക, യോഗമില്ല ഉണ്ണിയെ. ആ വീണാ ചെക്കൻ കുളിച്ചൊക്കെ ഒക്കേറ്റ് കുളിച്ച് ആ ചേറിൽ കിടന്നിട്ട് അവൻ്റെ ഒരു കളി നോക്ക. ചെളിയിൽ കിടന്ന് ഉരുളാണ് ആ ചികിട് നെരുന്ത് സാധനം. കണ്ടാ നെരുന്ത് സാധനം കിടന്ന് കാണിക്കണ കണ്ടാ. ചിരിച്ചോ നല്ലോണം ഇരുന്നിട്ട് ചിരിച്ചോ. നമ്മൾ വിചാരിച്ച പോലെ മഴ പെയ്തില്ല. അതിൻ്റെ വിഷമമാണ് കേട്ടോ എൻ്റെ മുഖത്ത്. കാരണം എന്താ വെച്ചാൽ റെയിൻകോട്ട് ഇട്ടിട്ടാണെങ്കിലും മഴയത്ത് കുറച്ച് നേരം ഒന്ന് ഉല്ലസിക്കാമെന്ന് ഞാനതൊന്ന് ആഗ്രഹിച്ചിരുന്നു. ബാക്കിയുള്ളവരൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് മാക്സിമം. നമുക്ക് പിന്നെ അതിന് പറ്റിയ അവസ്ഥ അല്ലാത്ത കാരണം നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഫുഡ് കഴിച്ച് പോവാനുള്ള പ്ലാനില്ലാട്ടോ. അവരൊക്കെ പോയി കഴിഞ്ഞാൽ വീടൊക്കെ ഉറങ്ങും. കാരണം ഞങ്ങൾ മാത്രമാകുമ്പോൾ ഒരു സുഖമില്ലല്ലോ. ഇവരൊക്കെ വന്നാലാണ് വീടൊക്കെ ഒന്ന് ഉണർന്ന് നല്ല രസമാവുക. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഞണ്ട് റോസ്റ്റ്, പൊറാട്ട, പിന്നെ ചപ്പാത്തിയൊക്കെ ഇരുന്നിട്ടാ സ്പെഷ്യൽ. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.